നമ്മൾ താളത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് വൃത്തത്തിലൂടെയാണ്. വൃത്തത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മളെ സഹായിക്കാൻ എത്തിയത് AR രാജരാജവർമ്മയും അദ്ദേഹത്തിൻ്റെ വൃത്തമഞ്ജരിയും ഒക്കെയാണ്. 336 നമ്മുടെ മലയാള ഭാഷയിലുള്ള വൃത്തത്തെ 336 വൃത്തങ്ങളായിട്ട് അദ്ദേഹം നിർവചിച്ച് ഗുരുവും ലഘുവും തിരിച്ചിട്ടും പിന്നെയും അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ പാടി നീട്ടി ലഘുക്കളെ ഗുരുവാക്കാം എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അവിടെ പരിശ്രമിച്ചത് വരികൾ അച്ചടിച്ചതിൻ്റെ ശേഷം അതിനെ ഗണം തിരിച്ച് ഗുരുവും ലഘുവും തിരിച്ച് ഇന്ന വൃത്തമാണെന്ന് കണ്ടുപിടിക്കുന്ന വലിയൊരു ടാസ്ക് നമ്മളെയൊക്കെ പഠനകാലത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മന്ദാക്രാന്തൻ്റെയൊക്കെ ലക്ഷണം തിരഞ്ഞ് ഞാൻ പെട്ട പാട് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ രാത്രി ഉറക്കം നഷ്ടപ്പെടും. എന്നാൽ അത് ശാസ്ത്രീയമാണോ? അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ ഒരു ടെക്സ്റ്റ് വായിക്കാം. നമ്മൾ സാധാരണ പാടുന്ന ഒരു പാടാണ്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഭാഷയിൽ എഴുതി അതിൻ്റെ ആന്തരിക താളം പാലിച്ചുകൊണ്ട് ഗണം തിരിച്ച് മാത്ര അളയാടപ്പെടുത്തിയാൽ 45 മാത്ര നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഗുരുവിന് 2 മാത്രയും ലഘുവിന് 1 മാത്രയും എന്ന് വെച്ചാൽ. ഇത് വഞ്ചിപ്പാട്ടായിട്ട് പാടുമ്പോഴോ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം എന്ന് പറയുമ്പോൾ 64 മാത്രമേ. എന്താ കാര്യം? കുട്ടനാടൻ എല്ലാം ദീർഘമായി, ഇരട്ടിപ്പായി. ഓരോ അക്ഷരം ഈ 2 മാത്രം വെച്ചായി. കുട്ടനാടൻ പുഞ്ചയിലെ എന്ന് പറയുമ്പോൾ 64 മാത്രമേ. ഞാൻ വേറൊരു തരത്തിൽ പാടുക. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം. 7/8 മാറ്റി ഞാൻ ഈ താളത്തെ. 56 മാത്രം വരും 7/8 മാറി. ഞാൻ വേറൊരു തരത്തിൽ പാടാം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം. ഇങ്ങനെ പാടിയാൽ 60 മാത്രയോ. കുട്ടനാടൻ പുഞ്ച തക്കിട്ട കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. തക്കിട്ട അതിലേക്ക് മാറ്റിയ 48 മാത്രമേ. ഇതിലേത് മാത്രം വെച്ചാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുക കുട്ടിയോട്? നിങ്ങൾ ടെക്സ്റ്റ് അല്ലേ കൊടുക്കുന്നത്? ആ ടെക്സ്റ്റ് കൊടുത്തിട്ട് ഇന്ന രീതിയിൽ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് കുട്ടിയോട് പറയുന്ന ആർക്കും അധികാരം? എന്ന് വെച്ചാൽ നമ്മൾ വൃത്തം തിരിച്ച് മാത്ര അടയാളപ്പെടുത്തിയിട്ടുള്ള രീതി തന്നെ അശാസ്ത്രീയമായിരുന്നു. അങ്ങനെ ചോദിക്കാൻ ആർക്കും അധികാരമില്ല. എന്താണ് അതിൽ ചെയ്യാവുന്ന വഴി? താളം എന്ന് പറഞ്ഞാൽ, ബാഹ്യമായ താളം എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്, ഇന്റർനാഷണലാണ്. നിങ്ങൾക്ക് 5, 6 താളക്രമം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ താളങ്ങളെ നിർണ്ണയിക്കാം. ഒന്ന് 1 2 1 2 എന്നുള്ളതിൻ്റെ ആവർത്തനമാണ്. ഇത് ഗണിതമാണ്. താളം എന്ന് പറഞ്ഞാൽ കണക്കാണ്. 1 2 1 2 എന്നുള്ളതിൻ്റെ ആവർത്തനം എങ്ങനെയാണ്? നേരത്തെ നമ്മൾ ചൊല്ലിയ കുട്ടനാടൻ പുഞ്ചയിലെ ചക്ക 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 ചക്കിന് എന്ത് വേണം? 2 വാക്കുള്ള ഒരു കവിത വെച്ചാൽ നിങ്ങൾക്ക് 1 2 1 2 എന്നുള്ളതിൻ്റെ ആവർത്തനം. അതാണ് ഒരു പാറ്റേൺ. പിന്നെ 1 2 3 ആണ്. തക്കിട്ട 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 എന്നുള്ള വാർത്തമാണ്. അത് ഭാരക്കിട്ടടി ഭരക്കെട്ടിട്ടടി ഏലേലങ്ക ഏലേല ഞെട്ടിട്ട് പാറ പൊട്ടട്ട് പാറ പൊളിയിട്ട് പാറ ഏലേല. ഇതൊരു താളമാണ്. അടിസ്ഥാനപരമാണ് 1 2 3 1 2 3 എന്നുള്ള. പാലു കൊടുക്കുന്നു പാപ്പ കൊടുക്കുന്നു. നമ്മൾ എടശ്ശേരിയുടെ കവിത, നിരവധി കവിതകളൊക്കെ ആയിരുന്നു. മൂന്നാമത്തെ ഒരു താളം 1 2 3 4 ആണ്. 1 2 3 4. എന്നാലിനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരനരുളിയ പോലെ. അങ്ങനെ ആവാം. അടുത്തൊരു താളം 1 2 1 2 3 ആണ്. ചേതന പോലവേ കാത്തതല്ലേ ചെച്ചിച്ചേലണിപ്പാവകളെ. 1 2 1 2 3. അവസാനത്തെ ഒരു താളക്രമം എന്ന് പറഞ്ഞാൽ 7/8 ആണ്. ഞാനിത് കുറേ സമയം എടുത്തിട്ട് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറയണം. ഞാൻ പോകുന്നില്ല. 20 മിനിറ്റ് കൊണ്ട് പ്രസന്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടമാണ്. 7/8 ആണ്. 7/8 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ കുഴിമാടം കുളം തോണ്ടുന്നു. 1 2 3 1 2 3 4 1 2 3 1 2 3 4 എന്നുള്ള താളാണ്. ഇത് തന്നെ ഒന്ന് പരത്തി പറഞ്ഞാൽ 1 2 3 1 2 3 4 1 2 3 1 2 3 4 അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക. ഇത് പോകും.
നോക്കൂ, 5 താളം നിങ്ങൾക്ക് 1-ാം ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ട് പോലും കൈയടിക്കാൻ അറിയുമെങ്കിൽ, 2 വടി കൈ കൊടുത്ത് അടിക്കാൻ പറ്റുമെങ്കിൽ ഈ താളം അവരെ അടിച്ച് കൈയടിച്ചിട്ട് പരിശീലിപ്പിക്കാം. അങ്ങനെ പരിശീലിപ്പിച്ച് അതിൻ്റെ ചില ഉദാഹരണങ്ങളും പറഞ്ഞു കൊടുത്താൽ അവരുടെ കയ്യിൽ കിട്ടുന്ന റിതമിക്കായിട്ടുള്ള ഒരു സാധനം അവർക്ക് പാടാൻ പറ്റുന്ന ഏത് താളത്തിലും അവർ പാടിക്കോട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കലാണ് താളബോധം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പുതിയ നമ്മുടെ പാഠപുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകം തയ്യാറാക്കുന്ന ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. NCERT ഒരു മാർഗനിർദ്ദേശം അനുസരിച്ച്, SCERT അംഗീകരിച്ചൊരു മാർഗനിർദ്ദേശം അനുസരിച്ച് ഇത്തവണ നമ്മൾ ഗ്രിഡ് ഫിക്സ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ പഠന ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എടുത്തൊരു തീരുമാനം, താളബോധം എന്നത് ഒരു പഠന ലക്ഷ്യമാണ്. അത് കുട്ടി നാളെ കവിത എഴുതുമോ, നാടകം എഴുതുമോ, പിന്നെ അയാൾ നോവൽ എഴുതുമോ, കഥ എഴുതുമോ നോക്കിയിട്ടല്ല. കുട്ടി കവിത എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കവിതയെ താളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കുട്ടിക്ക് പഠിക്കുന്ന സമയത്ത്, ഭാഷ പഠിക്കുന്ന സമയത്ത് താളബോധം ഉണ്ടായിരിക്കണം. കാരണം കവിത എഴുതാൻ മാത്രമല്ല, നിങ്ങൾക്കൊരു നാടകത്തിലെ ഡയലോഗ് എഴുതണമെങ്കിൽ താളബോധം വേണം. നിങ്ങൾക്ക് കഥ എഴുതണമെങ്കിൽ, ഭാഷ ഉപയോഗിക്കണമെങ്കിൽ, ലേഖനം എഴുതണമെങ്കിൽ ഭാഷയുടെ താളം അറിഞ്ഞിരിക്കണം. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു പഠന ലക്ഷ്യമാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആ പഠന ലക്ഷ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള പിന്നെ പാട്ടുകളും കവിതകളും ഒക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമായിട്ട് ശ്രദ്ധിച്ച കാര്യം, ഞാൻ ഈ പറയുന്ന 5 വിഭാഗത്തിൽപ്പെട്ട താളങ്ങളുണ്ട്. ഇപ്പോൾ 1 2 3 4 1 2 3 4 എന്ന താളം, അല്ലെങ്കിൽ 1 2 3 1 2 3 എന്നുള്ള താളം. ആ താളങ്ങൾ, അതിൻ്റെ വൈവിധ്യങ്ങളൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ 1-ാം ക്ലാസ്സിലെ പാഠത്തിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പലഹാരം, കുട്ടികളെ പലഹാരം പരിചയപ്പെടുത്താണ്. താനാരം താനാരം തകതാനാരം താനാരം, താനാരം താനാരം തകതാനാരം താനാരം. കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ടേ, മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ടേ. താനാരം താനാരം തകതാനാരം താനാരം, താനാരം താനാരം തകതാനാരം താനാരം. മഴവില്ലിൽ മധുരം ചേർത്തു നിറച്ചതുപോലെ ഹൽവകളുണ്ട്, അതിമധുരം രുചി അതിലധികം, നിറമധികം രുചി അതിലധികം, അതിമധുരം ഹൽവയ്ക്ക്. ഈ പാട്ട് പലഹാരം പരിചയപ്പെടുത്തുന്ന സമയത്ത് കുട്ടിക്ക് പാടിക്കൊടുക്കണം. അപ്പൊ ഈ പാട്ട് ഏറ്റുപാടുന്ന കുട്ടി ഈ താളവുമായിട്ട് പരിചയപ്പെടുകയാണ്. കുട്ടി നാളെ കവിത എഴുതാതിരിക്കോ എഴുതുമോ, അവൻ ഡോക്ടറാവോ എഞ്ചിനീയറാവോ ആരോ പോട്ടെ, പക്ഷെ ഭാഷയുടെ അടിസ്ഥാന താളം. വേറെ ഒന്ന്, കുട്ടിയുടെ കിളിക്കൂട് പരിചയപ്പെടുത്താൻ. കിളിയുടെ പലതരം കൂടുണ്ടല്ലോ. തുന്നാരം കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ, തുന്നാരം കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ, ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല്, നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്തു മെടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു, കൊത്തി കൊത്തി മരത്തിനുള്ളിൽ മുറിപണിയുന്നു മരം കൊത്തി, കേടുകൾ തീർക്കാനറിയില്ല കിളി കൂടുകൾ പുതുതായി പണിയുന്നു. കിളി കൂടുണ്ടാക്കുന്നതിൻ്റെ സയൻസാണ് നമ്മൾ പറയുന്നത്, സാമൂഹ്യശാസ്ത്രം നമ്മൾ പറയുന്നത്. കിളി പുതിയ കൂടുണ്ടാക്കാറില്ല, അത് പഴയ കൂട് നന്നാക്കാറില്ല, പുതിയ കൂടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വിഭാഗം കിളികൾ കൂടുണ്ടാക്കുന്നതിൻ്റെ രീതിയാണ് പറയുന്നത്. റിതമിക്കായിട്ടാണ് ഇത് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നത്. 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് പാടി പഠിക്കാനുള്ള പാട്ടുകളാണ്. തിന്താതിന്തകത്തെയ്താരും തിന്തകത്തിന്തകത്തെയ്താരും, തെക്കൻ കാറ്റിൽ പാറി വരുന്നു ദിക്കറിയാതൊരു. വസ്ത്രങ്ങളെ കുറിച്ചുള്ള പാട്ട്. കുട്ടികളെ പരിചയപ്പെടുത്തുന്ന, പൂവിനെ പരിചയപ്പെടുത്തുമ്പോൾ, വസ്ത്രം പരിചയപ്പെടുത്തുമ്പോൾ, മൃഗങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഒക്കെ റിതമിക്കായിട്ട് അവർക്ക് പാടാനുള്ള പാട്ടുകളായിട്ടാണ് നമ്മൾ ഇത്തവണ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഒരു പാട്ട് പാടിയാണ് കുട്ടികളെ നമ്മൾ ക്ലാസ്സിലേക്ക്, ഒരു അക്ഷരമൊന്നുമില്ലാത്ത കുട്ടിയല്ലേ. ദേശാടകരാം കിളികൾ ഒരിക്കൽ പറന്നു വന്നു നാട്ടിൽ, വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ, മധുരിക്കുന്ന ഫലങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു, തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി, നാട്ടുകിളികളിൽ ചിലരിതു കണ്ട് കലരില കൂട്ടാനെത്തി, പരദേശികളാം പറവകൾ ഇവിടെ ചേക്കേറരുതെന്നായി, വിശന്ന കിളികൾ ചിറകും പൊക്കി പറന്നു പൊങ്ങാൻ നിൽക്കേ, മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകുത്തു നൽകാനെത്തി,
ദേശം അതേതായാലും നമ്മൾ പറവകൾ എന്നതു നേര്. അപ്പൊ ദേശം ഏതായാലും പറവകൾ ഒന്നാണ് എന്ന് കുട്ടികളോട് നമ്മൾ പറയുമ്പം നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യം ദേശം ഏതായാലും രാജ്യം ഏതായാലും മനുഷ്യരൊന്നാണ് എന്നുകൂടിയാണ്. ഇത് ഈണത്തിൽ പാടി കേട്ടാണ് കുട്ടി 1ാം ക്ലാസ്സിലെ പറവകൾ എന്നുള്ള പാഠത്തിലെ പടപട പടപട പറവകൾ പാറി എന്ന ആ ആദ്യത്തെ ടായും പായും റായും ഉള്ള അക്ഷരങ്ങൾ എഴുതി പഠിക്കും. താളബോധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്, ഭാഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പഠന പ്രക്രിയയിലേക്ക് കൊണ്ടുവരികയാണ് താളവും ഈണവും. ഭാഷയിൽ 2 തരത്തിലുള്ള താളമുണ്ട്. ഒന്നതിൻ്റെ ആന്തരിക താളമാണ്, മറ്റേത് ബാഹ്യ താളമാണ്. ആന്തരിക താളം നിങ്ങൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ അതിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ബാഹ്യതാളം സ്വീകരിക്കുകയാണ്. താളം പരിശീലിച്ചു കഴിഞ്ഞ ആൾക്ക് ആന്തരിക താളം തെറ്റില്ല. ഭാഷയുടെ ആന്തരിക താളം ഭാഷ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും വേണ്ടതാണ്. കവിത എഴുതാൻ മാത്രമല്ല, നാടകം എഴുതാനും ലേഖനം എഴുതാനും കഥ എഴുതാനും നോവൽ എഴുതാനും ഭാഷ ഏതു തരത്തിൽ ഉപയോഗിക്കാനും ആന്തരിക താളം ആവശ്യമാണ്. അത് നമ്മുടെ പഠന പ്രക്രിയയുടെ ഭാഗമാക്കിയിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ ചെയ്ത ഒരു കാര്യം കൂടെ പറയാം. കുട്ടികൾക്ക് താളബോധം ഉണ്ടാവണമെങ്കിൽ ടീച്ചർമാർക്കും മാഷന്മാർക്കും താളബോധം ഉണ്ടാവണമല്ലോ. ഒരു ടെക്സ്റ്റ് കണ്ടാൽ അത് ഈണത്തിൽ ചൊല്ലിക്കൊടുക്കാൻ ടീച്ചർക്കും മാഷർക്കും ചെയ്യണ്ടേ? വലിയ സ്ട്രെയിനാണ് ഇപ്രാവശ്യം ഞങ്ങൾ അതിനുവേണ്ടി എടുത്ത്. കോർ SRG-യിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൈമറി ടീച്ചേഴ്സിന് SRG ലെവൽ, DRG ലെവൽ, CRG ലെവൽ, ഈ 3 ലെവലിലും താളത്തിൻ്റെ ഒരു ക്ലാസ്സാണ്. പാട്ടരങ്ങ് എന്ന് പറഞ്ഞ് താളം പരിചയപ്പെടുത്തി താളത്തിൻ്റെ ഒരു ക്ലാസ് വെച്ചു. എന്നിട്ടും സംശയം തീരാത്തവർക്ക് കേരളത്തിലെ മുഴുവൻ അധ്യാപകരെയും വെച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് 4 ദിവസം ഈ കേരളത്തിലെ മൊത്തം അധ്യാപകർക്കും ഞാൻ തന്നെ പരിശീലനം കൊടുത്തിട്ടുണ്ട്. അത്രയേറെ സ്ട്രെയിൻ എടുത്തിട്ടാണ് കുട്ടികൾക്ക് താളബോധം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ കൊണ്ടുപോകുന്നത്. അത് കവിതയിലേക്ക് താളം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് ദയവേത് ചിന്തിക്കരുത്. അത് ഭാഷയുടെ താളം കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.